ഇവിടെ ഹീറോന്റെ ഹസ്ബൻഡായ 60 വയസ്സായ മുതലാളി കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് നൈറ്റിൽ മരിച്ചു പോവുകയാണ്. പക്ഷേ അയാളുടെ ഫാമിലി ആണെങ്കിൽ മരിച്ച ആളുടെ പേർക്ക് ഇൻഷുറൻസ് ഇട്ട് പണം കൈക്കലൊക്കെ നോക്കും. അങ്ങനെ എല്ലാം പ്ലാൻ ചെയ്ത പോലെ പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് വീട്ടിലേക്കാണെങ്കിൽ ഹീറോന്റെ എക്സ് ബോയ് ഫ്രണ്ട് കയറി വരികയാണ്. പക്ഷേ ഇവന്റെ പിന്നാലെയാണെങ്കിൽ പോലീസുകാർ ഉണ്ടാകും. കാരണം അന്ന് ഹീറോന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇവനാണെങ്കിൽ ഒരു കടയിൽ പോയിട്ട് അവളുടെ ഫോട്ടോ വെച്ച് കേക്ക് ഉണ്ടാക്കാൻ പറയും. ആ കേക്ക് പ്രസന്റ് ചെയ്ത് ഹീറോനൊപ്പം പാച്ചപ്പ് ആവാന്ന് വിചാരിച്ചാൽ അവന്മാരാണെങ്കിൽ ഒരു ആട്ടിന്റെ ഫോട്ടോ വെച്ച് കേക്ക് ഉണ്ടാക്കി കൊടുക്കും. ആ ദേഷ്യത്തിലാണെങ്കിൽ ഇവൻ കട കൊളുത്തി വിടുകയാണ്. അതിന്റെ പിന്നാലെയാണെങ്കിൽ ഇപ്പോൾ പോലീസുകാരും വരികയാണ്. അങ്ങനെ അവിടെ വരുന്ന പോലീസുകാരാണെങ്കിൽ അവന്റെ ഫോട്ടോ കാണിച്ച് അവൻ അറിയുമെന്ന് ചോദിക്കുകയാണ്. പക്ഷേ ആ സമയത്തായിരിക്കും ബാക്കിലുണ്ടെന്ന ഫ്രിഡ്ജിൽ നിന്ന് ഡെഡ് ബോഡി താഴേക്ക് ചാടുക. അത് ഈ പോലീസുകാർ രണ്ടാലും ഉറപ്പായിട്ട് ഇവർക്ക് ജയിലാണ്. പക്ഷേ വന്ന മണ്ടന്മാരാണെങ്കിൽ തിരിഞ്ഞു പോലും നോക്കാതെ വീട് മാറി വന്നു പറഞ്ഞ് ഇറങ്ങിപ്പോവും. പക്ഷേ ആ സമയത്ത് അവിടെയുള്ള കല്യാണ ഫോട്ടോ കാണുന്ന ഹീറോന്റെ എക്സ് ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ഷോക്ക് ആവാണ്. പക്ഷേ ആ സമയത്ത് ഹീറോനാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും, പ്ലാനും പറഞ്ഞു കൊടുക്കും. ആ പ്ലാൻ കേൾക്കുന്ന അവനാണെങ്കിൽ ഈ കാര്യം വെളിയിൽ പറഞ്ഞിരിക്കുന്നിട്ട് അവന് ഷെയർ വേണമെന്ന് പറയും. വേറെ വഴിയില്ല ഇവന്മാർ അതിനും സമ്മതിക്കണം. പക്ഷേ ആ സമയത്തായിരിക്കും ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് വീട്ടിലേക്ക് ആള് വരിക. സോ പെട്ടെന്ന് വീണ്ടും മേക്കപ്പ് ഇടുകയാണ്. പക്ഷേ വന്ന ആൾക്ക് ഫോട്ടോ ക്ലിയർ ആയിട്ട് കാണാതിരിക്കാനായിട്ട് വെറുതെ കറണ്ട് ഓഫാക്കി ഓണാക്കുന്നുണ്ടാവും. അതിൽ അയാളും ആ ഫോട്ടോ കൺഫേം ചെയ്യാണ്. പക്ഷേ ഫിംഗർ പ്രിന്റ് വേണമെന്ന് പറയും. സോ ഇവന്മാരാണെങ്കിൽ ആളുടെ ഡിവൈസ് വാങ്ങിയിട്ട് കറണ്ട് പോയി ഗ്യാപ്പിലാണെങ്കിൽ ഫ്രിഡ്ജിന്റെ പോയിട്ട് ഫിംഗർ പ്രിന്റ് കൊടുക്കും. അങ്ങനെ എല്ലാം കൺഫേം ആയിട്ട് മാനേജറുടെ ഒപ്പ് വാങ്ങാനായിട്ട് പോകുകയാണ്. പക്ഷേ ആ സമയത്ത് വീട്ടിൽ വന്ന മേക്കപ്പ് മാൻ ആണെങ്കിൽ ഫ്രിഡ്ജ് തുറന്നുമ്പോൾ ഡെഡ് ബോഡി കാണും. ഈ സൈഡ് ഒപ്പിടുന്ന സമയത്ത് ഇയാൾക്കാണെങ്കിൽ ഗേൾ ഫ്രണ്ട് കോൾ ചെയ്യും. എന്നിട്ട് അവള് പ്രഗ്നന്റ് ആയ കാര്യം പറയണം. അതേ സമയത്ത് സത്യർന്ന മേക്കപ്പ് മാൻ ആണെങ്കിൽ ഒരു കട്ടിയിട്ടുണ്ടാവും. ഈ വീഡിയോയിലേക്ക് നെക്സ്റ്റ് പാർട്ട് വേണമെങ്കിൽ കമന്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് വെക്കുക.